LDFിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ നാടും നഗരവും LDF സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകളെല്ലാം നിറയുകയാണ്. നമ്മളുള്ളത് ഉടുമ്പൻചോല മണ്ഡലത്തിലെ കുത്തുങ്ങലിന് സമീപമാണ്. ഇപ്പോൾ ഈ ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഈ നിരത്തുകളിൽ വെക്കുന്ന തിരക്കുകളിലാണ് സഹാക്കളുള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്, അതുകൊണ്ട് അന്നത്തെ ഫ്ലെക്സ് ബോർഡിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടാവൂലേ? ബാക്കി കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ബാക്കിയുള്ളത് ഞങ്ങൾ പുതിയതായി അടിക്കുകയും നമ്മുടെ ഉടുമ്പൻചോലയുടെ സ്ഥാനാർത്ഥിയായി സഖാവ് KK ജയചന്ദ്രനെ ഇന്നലെ പ്രഖ്യാപിച്ച ഉടനെ വളരെ ആവേശകരമായി ഞങ്ങൾ ഈ ബോർഡുകളെല്ലാം ഉണ്ടാക്കി ഇന്ന് ഓരോ ബൂത്തിലും 5 ഫ്ലെക്സ് വെക്കാനാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്, രാജാക്കാട് ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്ന് ഈ ബൂത്തിൻ്റെ എല്ലാ ഭാഗത്തും നിറഞ്ഞ ഫ്ലെക്സുകളൊക്കെ ഉണ്ടാകും. പ്രാഥമികമായി ഇന്ന് ഞങ്ങൾ 10, 11, 8 ബൂത്തുകളിലാണ് ഇപ്പോൾ ഈ പണി പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു ബൂത്തിൽ 3 വെച്ച് 5 വെച്ച് അടുത്ത ഘട്ടത്തിൽ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഏതാണ്ട് ഒരു ബൂത്തിൽ ഒരു 30 ഫ്ലെക്സാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ബൂത്തിലെല്ലാം നിറയും എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയുടെ 3 പ്രാവശ്യം ഇവിടെ ഈ ഉടുമ്പൻചോലയും ഇടുക്കിയുമായി മത്സരിച്ച് പാർട്ടിക്ക് നല്ല രീതിയിൽ വികസനത്തിന് നേതൃത്വം കൊടുത്ത സഖാവാണ് സഖാവ് KK ജയചന്ദ്രൻ്റെ വിജയത്തിനാവശ്യമായ എല്ലാ പ്രചരണങ്ങളും വളരെ ആത്മാർത്ഥതയോടുകൂടി വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തുടക്കമാണിത്. പാചകവാതകത്തിന് വില കൂടിയതുകൊണ്ട് വിറകിന് വില കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ ഫ്ലെക്സ് ബോർഡിന് ആവശ്യമായിട്ടുള്ള കട്ടൗട്ടിൻ്റെ വില കൂടിയിട്ടുണ്ടോ? അതേ വില നേരത്തെ എടുത്തു വെച്ചിരുന്ന തടിയൊക്കെ ഞങ്ങൾ സൂക്ഷിച്ചിരുന്നതുകൊണ്ട് ഇപ്പം വില കൂടുതലെന്ന് പറയാൻ കഴിയില്ല. നന്നായി. ഇനി ആവശ്യവും തോന്നിയാൽ വില കൂടുതലുണ്ടാവും. അപ്പോൾ നാടും നഗരവും ഉടുമ്പൻചോല മണ്ഡലത്തിലെ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ KK ജയചന്ദ്രൻ്റെ ഫ്ലെക്സ് ബോർഡുകളാണ് ഈ കാണുന്നത്. അതെല്ലാം ഓരോ ബൂത്തിൽ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ 5 വീതമാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ അത് 5, 10 ആകും, 10, 15 ആകും. അങ്ങനെ 30 ഫ്ലെക്സ് ബോർഡുകൾ വരെ ഒരു ബൂത്ത് കമ്മിറ്റിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് സഹാക്കൾ വ്യക്തമാക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇതിനോടകം തന്നെ അവർ ഇറങ്ങിക്കഴിഞ്ഞു. എന്താണെങ്കിലും വലിയ ആവേശമാണ് ആദ്യഘട്ടത്തിൽ തന്നെ LDFിൻ്റെ ക്യാമ്പുകളിൽ ഉണ്ടാകുന്നത്. റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.